എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കൻ കുറുമയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ്, ക്യാരറ്റും സബോളയും ഈ രണ്ട് ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 2 സബോള, ഒരു 1/2 കിലോളം ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗ്രാമ്പൂ, കറുവ, ഏലക്ക, ഇത്രയും സാധനമാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ വേണ്ടത് തേങ്ങ പിഴിഞ്ഞ ആദ്യത്തെ പാലും പിന്നെ രണ്ടാമത്തെ പാലും. ആദ്യത്തെ പാല് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. രണ്ടാമത്തെ പാലാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ആ പോട്ടിലേക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുത്തു. ഒരു മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അതും കൂടെ ഇട്ട് കൊടുത്തു. ഇത് ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു നല്ല മണം വരുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് സവോളയാണ്. ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോള നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ആ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തീ കൂട്ടി വെക്കണം. കാരണം അതിനകത്തുനിന്നൊരു വെള്ളം വരുന്നത് പറ്റിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് അതും ഒന്ന് ആ എണ്ണയും ആ ചിക്കൻ്റെ ഇതും എല്ലാം അതിനകത്തൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച രണ്ടാം പാല് അത്രയും വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കുക്കറിലല്ല ഇത് വെക്കുന്നത്, നമ്മൾ ഈ പോട്ടി വെക്കുന്നത് കാരണം ചിക്കനൊക്കെ വെന്ത് ഉരുളക്കിഴങ്ങുമൊക്കെ വെന്ത് കുറുമ എന്ന് പറയുമ്പോൾ നല്ല കുറുകിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചു. അപ്പോൾ ആ ഒപ്പം തന്നെ ഞാൻ പാലപ്പം ചുടുവാണ്. കാരണം പാലപ്പത്തിനാണ് കുറുമ നല്ലത്, ഇടിയപ്പത്തിനും നല്ലതാണ്, അരിപ്പത്തിരിക്കും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അപ്പം റെഡിയായി. അപ്പം ഞാനെല്ലാം ആ സമയത്ത് അപ്പം എല്ലാം ചുട്ടെടുക്കുവാണ്. ഇത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെളിയിൽ നമ്മൾ കുക്കറിലല്ലാത്തതുകൊണ്ട് വേവിക്കാം. കുക്കറിലാണ് ഇത്രയും വെള്ളം എടുക്കണ്ട, നമ്മൾ കുറച്ച് വെള്ളം എടുത്താൽ മതി. കണ്ടോ, ഇപ്പം നമ്മൾക്ക് വെച്ചത്ര നന്നായിട്ട് പറ്റിയില്ലേ. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കരുത്, അങ്ങനെ മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് ആയിട്ടത് മൂടി വെക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി കുറുമ റെഡിയായി. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കുറുമയും അപ്പവും കഴിക്കാൻ വേണ്ടി ഞാനെല്ലാം എടുത്തു. അങ്ങനെ ഓക്കെ, താങ്ക് യു.